സോ ഹേ ഗായ്സ്, വെൽക്കം ടു ജോ വ്ളോഗ്. സോ ഗായ്സ്, ഞങ്ങളിങ്ങനെ ചുമ്മാ യൂട്യൂബ് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കാൻ നേരത്തായിരുന്നു പത്തനംതിട്ട ഒരു ഫ്ലവർ ഫെസ്റ്റിൻ്റെ ഒരു വീഡിയോ കണ്ടത്. എന്നാൽ പിന്നെ അടുത്തല്ലേ ഒന്ന് പോയിട്ടൊക്കെ വരാമെന്ന് വെച്ച്, ഒന്ന് വൈബ് അടിച്ചിട്ടൊക്കെ വരാമെന്ന് വെച്ച്. എന്നാൽ ഇന്നത്തെ വ്ളോഗ് നമുക്ക് അവിടത്തേക്ക് ആക്കിയാലോ? നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. ദ ഫ്ലവർ ഫെസ്റ്റ്, ഇതിൻ്റെ ഒറിജിനൽ. സോ ഗായ്സ്, നമുക്കിൻ്റെ എൻട്രൻസിൽ തന്നെ നല്ല പൂക്കൾ കൊണ്ട് റെഡിയാക്കി വെച്ചേക്കുന്ന നല്ലൊരു ഡിസൈനായിട്ട് കാണാൻ പറ്റും. അവിടെ വെച്ചേക്കുന്ന ആ ഒരു പോച്ചർ ഡിസൈൻ ഉണ്ടല്ലോ, സൈഡ് കോർണേഴ്സിലൊക്കെ വെച്ചേക്കുന്ന അതിൻ്റെ അതിനെ കവർ ചെയ്ത് വെച്ച്, അതൊക്കെ ഒറിജിനലായിട്ടൊരു ഗ്രാസാണ് അവർ ഉപയോഗിച്ചേക്കുന്നത്. എന്ന് വെച്ചാൽ ഫുള്ള് ഒറിജിനലാണ്, ഒരു ആർട്ടിഫിഷ്യൽ ഗ്രാസ് അല്ല, അത് ഫുൾ ഒറിജിനൽ. ഇത്ര ദിവസത്തേക്കല്ല വെക്കുന്നുള്ളൂ. പിന്നെ ഇവിടെയുള്ള ഫ്ലവേഴ്സിൻ്റെ ആ ഒരു ഡിസൈൻ എന്ന് വെച്ചാൽ അതുപോലെ ഹാർട്ടിൻ്റെ ഡിസൈന്, പിന്നെ അതുപോലെ സെറ്റാക്കി വെച്ചേക്കുന്ന ഇവിടെ ഫോട്ടോ എടുക്കാനുള്ള പല ഏരിയകളും ഉണ്ട്. ആ ഏരിയ ലൈക്ക് സെൽഫി പോയിൻ്റ് ഒക്കെ ഉണ്ട്. അവിടെ നമുക്ക് വേണേൽ ഫോട്ടോസൊക്കെ എടുക്കാം. 3 തരത്തിലുണ്ട്. ഒന്ന് ഐ തിങ്ക് ഊഞ്ഞാലിൻ്റെയും, പിന്നെ അവിടെ ഒരു ബോട്ടിൻ്റെ ഒരു ഡിസൈനും. ലൈക്ക് നമുക്കിവിടെ എല്ലാം കിട്ടും. എല്ലാം വെച്ചാൽ ഇവിടെ പറയുന്ന 1000 കണക്കിന് പൂക്കൾ, വെച്ചാൽ 1000 ഡിസൈനുകളുള്ള പൂക്കളുണ്ടെന്നാണ് ഇവർ പറയുന്നത്. കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു. കാരണം നല്ല വെറൈറ്റി ഡിസൈനുള്ള പർപ്പിൾ, യെല്ലോ, പിങ്ക്, വൈറ്റ് ആൻഡ് ഓറഞ്ച് എല്ലാം കളറും ഇവിടെ ഉണ്ട്. റെഡ് കളറുണ്ട്. ലൈക്ക് കളേഴ്സ് ഒരു വ്യത്യാസം ഇല്ലെങ്കിലും ഡിസൈൻ അതിൻ്റെ വെച്ചാൽ ഷേപ്സിന് വ്യത്യാസമുണ്ട്. അവിടെ ഉണ്ടാക്കിയേക്കുന്ന ആ ഡിസൈന് റെക്കോർഡിങ് ചെയ്യുന്നതിനിടയ്ക്ക് തന്നെ സംഭവിക്കണമെന്ന്. പൂച്ചയ്ക്കിടെ തലയിട്ടിട്ടുണ്ട്. നമുക്കതിനെ വിടാം. നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. ഇവിടെ ഈ പൂക്കളുടെ ഒരു വെച്ചേക്കുന്ന ആംഗിൾ, ലൈക്ക് ഇത് തന്നെ നോക്ക്. ഇതിനെന്തോ ഒരു ഷേല ആ ഡിസൈൻ. പിന്നെ ഇവിടെ ഫോട്ടോ എടുക്കാൻ പറ്റുക, ഈ ഫോട്ടോ പിക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് നല്ല ഏരിയ. ഇവിടെ ഫോട്ടോ എടുക്കാൻ നല്ല ഷേലും, പിന്നെ ഈ സ്റ്റാർ ഡിസൈനും എല്ലാം ഫ്ലവേഴ്സിൻ്റെ ഒരു മിക്സ്ഡായിട്ടുള്ള ഈ ഏരിയാസ്. ഇവിടെ ഒരു ഫോട്ടോ എടുക്കാന്ന് വെച്ചാൽ അതിൻ്റെതായിട്ടുള്ളൊരു വൈബായി ഏരിയയിൽ. നല്ല അവിടെ ആ പൂക്കളിലൊക്കെ ഒരു സ്മെല്ലുണ്ടല്ലോ, അത് പറയണ്ടാവും. അത് നല്ല ഷേല. പിന്നെ വീഡിയോ ഇച്ചിരി ലേറ്റ് ആകുന്നുണ്ടായിരിക്കും, കാരണം ഫോണിൻ്റെ അവസ്ഥ അതായത് കൊണ്ട് എഡിറ്റ് ചെയ്യണമെങ്കിൽ 1/2 മിനിറ്റ് ഇത് ഹാങ്ങായി വരുമ്പോഴത്തേക്ക് സമയമാവും. പിന്നെ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു എനിക്ക് നല്ലൊരു ഫോൺ മേടിച്ച് നല്ല എഡിറ്റിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. നിങ്ങളെല്ലാവരും സപ്പോർട്ട് അതിന് ആവശ്യമുണ്ട്. പ്ലീസ് സപ്പോർട്ട്, പ്ലീസ്. ആൻഡ് ഇവിടെ മാത്രമല്ല, ഇതിൻ്റെ അകത്തും ഒരു ഏരിയ, അവിടെ നല്ല വുഡൻ ആയിട്ടുള്ള ചെയർസ്, നല്ല ബെഡ്, ഇത് ലൈക്ക് ടേബിളൊക്കെ ഉണ്ട് അവിടെ. പിന്നെ ഈ ബെഡ്, ലൈറ്റൊക്കെ ഉള്ള, ഫോൺ ചാർജ് ചെയ്യാൻ പറ്റുന്ന ബെഡ്, ചെയർസ്, പിന്നെ സെറ്റുകൾ. ഈ ഏരിയ കുറേ ലൈക്ക് ടോയ്സ്, ബുക്ക് സ്റ്റോളൊക്കെ ഉണ്ട്. ഇവിടെ ലൈബ്രറി പോലെ ഫുള്ള് ബുക്കുകളാണ് ഇവിടെ ഏരിയ മൊത്തം. നല്ല ആവശ്യത്തിനുള്ള ബുക്കും, പിന്നെ അച്ചാറും ഇവിടെ ഏരിയ. അച്ചാർ ഒത്തിരി ഉണ്ട് ഇവിടെ. നോർത്ത് ഇന്ത്യൻ അച്ചാറുകളാണ് ഏറ്റവും കൂടുതൽ. ബീൻസോ അച്ചാറിന് വെറൈറ്റി ആയിട്ടുള്ള അച്ചാർ ഒത്തിരി ഉണ്ടായിരുന്നു ഇവിടെ. നിന്ന് പിന്നെ മമ്മി ഒരു അച്ചാർ മേടിച്ചോണ്ട് പോയി. ഏതാണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിന്. മാങ്ങ അച്ചാറായിരുന്നു. ഇവിടുത്തെ പഞ്ചാബിലും കണ്ട്. പിന്നെ ഈ ഏരിയ ടോയ്സ് ഏരിയ, അവിടുത്തെ കുഞ്ഞു കുഞ്ഞു കാറും, പിന്നെ ഇവിടുത്തെ ആ ഡിസൈനർ കണ്ണാടികൾ 2 സൈഡിലും. ഒരു സൈഡിൽ ചെറുതായിട്ടാണ്, മറ്റേ സൈഡിൽ വലുതായിട്ട് കാണാൻ പറ്റുന്ന ഏരിയ. പേന, പല ഡിസൈനുള്ള പേന, പിന്നെ ഐസ്ക്രീം. ചോക്ലേറ്റിനകത്ത് എന്തോ കിടക്കുന്നുണ്ട്. ആളെന്ത് ചെയ്തു? ആൻഡ് ആ ചോക്ലേറ്റിനകത്ത് കിടക്കുന്ന പിസ്ത ഐസ്ക്രീം, അതെനിക്ക് തന്നെ കിട്ടുക. ചോക്ലേറ്റ് വിത്ത് പിസ്ത നല്ല ടേസ്റ്റ് ഉള്ളതായിരുന്നു. രണ്ടും കൂടി തിന്നാൻ നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ അവിടെ ഞങ്ങൾക്കൊരു ജ്യൂസ്, അവിടെ ഒരു കുലുക്കി സർബത്തിൻ്റെ സ്റ്റോളുണ്ട്. അവിടെ ഞങ്ങൾക്ക് കുലുക്കി സർബത്ത് കിട്ടിയ മിൻ്റ്, എനിക്ക് തോന്നുന്നത് മിൻറ്റിൻ്റെ എങ്ങാണ്ട് ഒരു പുതിനൊക്കെ ഉള്ള. എന്നാൽ അവരുടെ ആ ഒരു സ്റ്റൈലൊക്കെ അടിച്ചടിച്ച്, അവിടുത്തെ ആ മേശയിലൊക്കെ കുഴികൾ കാണണമായിരുന്നു. നിങ്ങൾ ഫുള്ളാണ്ട് ഇതുപോലെ അടിച്ചടിച്ചുള്ള കുഴിയൊക്കെ.
ആ ജ്യൂസ് ഞാൻ തന്നെ കുടിച്ച് ഫസ്റ്റ്. അതിൻ്റെ ആ ടേസ്റ്റ് ഉണ്ടല്ലോ, അപാരം തന്നെ. റൗണ്ട് എത്ര ആണെങ്കിലും കുഴപ്പമില്ല. പിടിച്ച് മമ്മിക്കറിയാം കുതിര എന്നെ അടുത്ത് വന്നിട്ട് എന്തോ പറഞ്ഞെന്ന്. ഒരു മതിയടി കൊച്ചു പിള്ളേരെ കയറുന്നിടത്തോള് മോളെ ബെൽറ്റ് പിടിച്ച് കയറാം. താഴത്തെ ബെൽറ്റ് പിടിച്ച് കയറുവാണെങ്കിൽ പെണ്ണെ പുറകോട്ട് പോലും മറിഞ്ഞെല്ലാം കൂടെ പുറകോട്ട് പോകും. മതി മാതാവല്ല. അറിയില്ല മമ്മി ഇനി മേലെ ഇതുങ്ങളുടെ കൂടെ ഞാൻ വരും. എനിക്ക് അപ്പോഴത്തെ ഒരു വയ്യായിക്കുള്ളൂ. പിന്നെ സെൽഫി പോയിന്റ് അല്ലേ? മമ്മി ഞങ്ങൾ വാവയുടെയാന്ന് പറഞ്ഞു. എടാ നിന്റെ ഇതേ ഷർട്ടിട്ട പോസ്റ്റ് ഉണ്ടോ? എവിടെ സൂര്യൻ? എവിടെ മമ്മി? മമ്മിയുടെ ഇനി ആ സൂര്യനെ പിടിക്കാനുള്ള ഒരു പവറില്ല. ആ എടുത്തേരെ. ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഇച്ചിരി സ്ലോ ആയിരിക്കും. കാരണം ഈ ഫോൺ ഹാങ് ആവുന്നതുകൊണ്ട് വീഡിയോ ചിലതൊന്നും എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇച്ചിരി ലേറ്റ് ആവുമായിരിക്കും വീഡിയോ. ഫെസ്റ്റ് 12-ാം തീയതി വരെ ഉള്ളൂ. എനിക്കത് 12 കഴിയുമായിരിക്കും വീഡിയോ ഇടുമ്പോഴത്തേക്ക്. കാരണം ഫോൺ ഹാങ്ങായി പോകുമ്പോഴത്തേക്ക് ഒരു വശമായി ഈ ഫോണ് എഡിറ്റ് ചെയ്യാൻ അത്ര പോരാ. അപ്പോൾ ഗായ്സ്, നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കില്ല. ചാനൽ പുതിയ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ കമൻറ്റ് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്ലവർ ഏതാണെന്നുള്ളത്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. അപ്പോഴത്തേക്കും